നമ്മളിവിടെ ഒരു പാർക്കിൽ കറങ്ങാൻ വന്നിരിക്കുകയാണ്. ചെറിയ മഴയുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയുന്നുണ്ട്. നമുക്ക് ഇനി ഈ പാർക്ക് ഫുള്ള് കറങ്ങി തിരിഞ്ഞ് ഇതിൽ കൂടെ വരാം. നമുക്ക് ലെഫ്റ്റ് കൂടെ പോയി റൈറ്റ് കൂടെ വരാം. എന്റെ പേര് ശില്പ സുരേഷ്. ഈ പാർക്കിന്റെ പേര് ഫ്രെഡറിക്സ്ബർഗ് ഹൗസ്. ഈ പുള്ളിയാണോ ഫെഡറിക്സ്? എന്താ സ്റ്റൈല് കണ്ടോ, ഞാൻ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ. ഈ പുള്ളിയുടെ പേരിലാണ് ഈ സ്ഥലവും പാർക്കും. ഇത് ഡെൻമാർക്കിലെ ക്യാപിറ്റൽ കോപ്പൻഹേഗനിലെ മെയിൻ ഒരു ഏരിയ ആണ് ഫ്രെഡറിക്സ്ബർഗ്. റിച്ച് ഏരിയ ആണ്. പാലക്കാട് ചന്ദ്രനഗർ എന്നൊക്കെ പറയുന്ന പോലെ. ഓ പാലക്കാട് കൊള്ളാം. എറണാകുളത്ത് എടപ്പള്ളി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആൾക്കാർ വിശ്വസിക്കും. ഒരു കുഴപ്പമില്ല. ഇതുപോലെ തന്നെ ആ പുള്ളി നിൽക്കുന്നത്. ഒന്നും കൂടെ നിൽക്കും അത്. ഇവിടെ ഒന്നോ ഫോട്ടോ എടുക്കാനൊന്നുമില്ല. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഫ്രെഡറിക്സ്ബർഗിലെ പാർക്കിലാണ്. ഇവിടെ ഫ്രെഡറിക്സ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഫ്രെഡറിക്സ്ബർഗ് ഗാർഡൻ എന്ന് പറഞ്ഞ പാർക്കിലോട്ടാണ് വന്നേക്കുന്നത്. ഡെൻമാർക്കിലെ എല്ലാ പാർക്കിലുള്ള പോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർ നടക്കാനും ജോഗിങ്ങിനും വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്നൊരു സ്ഥലമാണിത്. ഹലോ, എവിടെയോ കണ്ടു പരിചയമുള്ള ഒരാളത് ഇവിടെ ഉണ്ട്. നമ്മൾ ഇതുവരെ പോയിട്ടുള്ള ബാക്കി ഡെൻമാർക്കിലെ പാർക്കിനേക്കാൾ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ചെറിയൊരു കനാല് പോലെയും, കനാലെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഏരിയ ഉണ്ട്. അവിടെ താറാവുകൾ അങ്ങനെ താറാവോ വേറെ എന്തോ തരം പക്ഷികളൊക്കെ ഇതിനകത്തൂടെ ഇങ്ങനെ നീന്തി തുടിച്ച് നടക്കുന്നുണ്ട്. നല്ല ക്ലിയർ വാട്ടർ. ഒത്തിരി ആഴമൊന്നുമില്ല. ഈ മരത്തിലെ ഇലകളൊക്കെ വീണിങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. നല്ല ഭംഗിയാണ്. ശില്പയുടെ ഓഫീസിന്റെ അടുത്തുള്ള പാർക്കാണോ? നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതുവരെ പോയ പാർക്കിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം പറയാം. ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ ഭംഗി ഭയങ്കരമായിട്ട് കൂട്ടുന്നുണ്ട്. ഹലോ, ഇത് താറാവാണോ? എന്തോ ടൈപ്പ് ചാറാവിൻ്റെ തൊണ്ട് പോലെ ഉണ്ട്, പക്ഷെ തല കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവിടുത്തെ താറാവൊക്കെ ഇങ്ങനെയായിരിക്കും. ഇവിടെ തിരിഞ്ഞേക്ക്. ഹായ്. അവിടെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയ ഉണ്ട്. ഇതിൻ്റെ തീരത്തായിട്ട് ഒരു വൈറ്റ് കളറിൽ അവിടെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ടൊരു സ്പോട്ടുണ്ട്. തല ഇങ്ങോട്ട് ചെരിച്ച് വെച്ചിട്ട് എന്നെ നോക്കുന്നു. ഇവിടെ ചുണ്ടൊരു എല്ലാം നമ്മളെ നോക്കുന്ന, നമ്മൾ അവരെ ഉപദ്രവിക്കുമെന്ന് നോക്കുന്നതായിരിക്കും. തല തിരിച്ചു വെച്ചേക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പോലാത്ത നമ്മളിങ്ങനെ കറങ്ങി നമുക്ക് അതിലേ കറങ്ങി ഇതാ ഒരു ഏരിയയിൽ വരാൻ നോക്കാം. ഇത് അവിടെ കണ്ടോ കുറേ പേര്. അങ്ങോട്ട് വരാൻ നോക്കാം.
നമ്മളിങ്ങനെ നടന്ന് വന്നപ്പോൾ 2 വഴി കണ്ടു. ലെഫ്റ്റ് ഓർ റൈറ്റ്, ലെഫ്റ്റ് ഓർ റൈറ്റ്, ഏത് വേണം? പക്ഷെ നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലോട്ടാണ്. ഈ സിനിമയിലെ പിക്ചറിലൊക്കെ കാണുന്ന പോലെ ബ്രൗൺ കളറിലുള്ള നേച്ചറിൽ കൂടെ 2 പേര് കൈകോർത്ത് പിടിച്ച് നടക്കുന്നുണ്ട്. കിട്ടി, നമുക്ക് ക്രോസ് ചെയ്യാൻ ഒരു പാലം കിട്ടി ഗൈസ്. അപ്പുറത്തൂടെ പോകാം. ഹായ്, അങ്ങനെ നമ്മൾ പാലം കണ്ടുപിടിച്ചു. ഈ കാട്ടിലെവിടുന്നത് മണി ശബ്ദം? ഇതെവിടുന്ന ഒരു മണിനാഥം? കാര്യമായിട്ടൊരു സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റും. ഹായ്, ഹായ്. ഫോട്ടോ അല്ല, വീഡിയോ ആണ്. കേസ് അപ്പം നമ്മൾ അതെ ജാക്കറ്റൊക്കെ ഊരി, അതായത് നമ്മൾ ഫോട്ടോന് വേണ്ടി ജാക്കറ്റൊക്കെ ഊരിയതാണ്. പക്ഷെ ഇതൊരു നൈസ് ഫീലാണ്. നമ്മൾ ഈ മൂന്നാർ അതുപോലെ തന്നെ നമ്മൾ നാട്ടിലുള്ള സമയത്ത് ഇച്ചിരി തണുപ്പൊക്കെ കൊള്ളാൻ പോകുമ്പോൾ ഉള്ള ഒരു ഫീലുണ്ട്. ഇപ്പോൾ ബിയറബിളാണ്, സഹിക്കാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ. പക്ഷെ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും അത് തന്നെ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പാവും. അതുകൊണ്ട് നമ്മൾ ജാക്കറ്റൊക്കെ എടുത്തിട്ട് വന്നതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, അടിപൊളി, സൂപ്പർ. ഇതൊരു ഗ്യാങ് ആയിട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. നമ്മൾ നല്ല ഭംഗിയുണ്ട്. ഇതിലെയാണ് വന്നത്. ഹായ്, ജാക്കറ്റൊക്കെ ഒരു സുന്ദരി കുട്ടിക്ക് ആയിട്ട് നിൽക്കുന്നു. തണുപ്പുണ്ട്. പിന്നെ നമ്മൾ പോകുന്നത്, നമ്മൾ നടന്നു വന്നപ്പോൾ കണ്ടു അവിടെ ചെറിയൊരു വെള്ള കളറിൽ നമ്മുടെ ഈ വെള്ളം ഒഴുകുന്ന സൈഡിലോട്ട് കയറി നിൽപ്പുണ്ട്. നമ്മൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് പയ്യെ നടന്നു പോകാം. ഓക്കെ. നമുക്ക് പോയി ആ പാലത്തിൻ്റെ അവിടെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുക്കാം. എന്നിട്ട് വേണം ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് നമ്മൾ പോസ്റ്റ് ചെയ്ത്. പിന്നെ വന്നിട്ടിപ്പോൾ 1 വർഷമായി. ആകെ ഓണത്തിൻ്റെ 2 ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഫോട്ടോ എടുത്ത് മുറിക്കും എന്നാണ് പറയുന്നത്. നടക്കാൻ പോണില്ല ഗൈസ്. നമ്മളിങ്ങനെ കുറേ എടുക്കും. പക്ഷെ അതും കൂടെ എടുത്തിട്ട് വേണം ഈ ഫോട്ടോ എടുത്തിടാൻ കിടക്കണം. ബാക്കി ആരെങ്കിലും വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഓടിപ്പോവാം. ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമ്മൾ മാത്രം അവിടെ പോയി ഫോട്ടോ എടുക്കുള്ളായിരിക്കും. ഇവര് നടക്കാൻ വരുന്നവരാന്ന് തോന്നുന്നു. ഇതന്നെയല്ലേ ഡെയിലി കാണുന്നത്. അത് കൊത്തിട്ടോ? കേറക്ക്. സൂപ്പർ. അച്ഛനും മുറ്റുമണി. നോക്കേ അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുത്ത് എൻ്റെ അടുത്ത് തന്നില്ല കേസ്. അതെ, കുറെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പം നമുക്കിനി നേരെ നടക്കാം. ഇത് നല്ലൊരു പാലം നമ്മളവിടെ കാണുന്നുണ്ട്.
ശില്പാജി ഉറക്കം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാം. അപ്പൊ അങ്ങനെ ഉറക്കം പറഞ്ഞൂടെ വേറെ ആരുമില്ല. ഓക്കെ, ഒച്ചയില്ല എന്നാലും. നീ സാധാരണ വീട്ടിൽ എന്നോട് ഒച്ച നോക്കുമ്പോൾ നല്ല സൗണ്ട് ഇല്ല, അതുപോലെ ഉറക്കം പറഞ്ഞു. ഓക്കെ, കയറാൻ പറ്റൂല. ഓ, ഇതിന് ഗേറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കാരണം ഈ ചുറ്റും നോക്കുമ്പോൾ നല്ല പച്ചപ്പും ഹരിതാർപ്പേ, അതിനകത്ത് വെള്ളം ഒഴുകുന്നത്. യെസ്. ഓ, ഇതിങ്ങനെയാവും നല്ല വിന്റർ ടൈമിൽ. യെസ് കേസ്. അപ്പം നമ്മൾ ഒന്നും കൂടെ വരുന്നതായിരിക്കും. ഡാനിഷിലാണ് എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ടൊന്നും ക്ലിയർ ആവുന്നില്ല. പക്ഷെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി നമ്മളൊന്നും കൂടെ വരുന്നതായിരിക്കും. ഈ കാണുന്ന പാലം ഇതുമാണ് നമ്മളിവിടെ കാണുന്നത്. മഞ്ഞ പെയ്യും അതിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്ക്, രസമുണ്ടാവും. ഹായ്. അപ്പോൾ ഇതേ നമ്മൾ ആ പിക്ചറിൽ കണ്ട പോലെ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് കുറച്ച് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ബാക്കിയുള്ള പച്ചപ്പ് ഹരിതാർബ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് നമ്മുടെ കണ്ണി കൂടെ കാണുമ്പോൾ അടിപൊളി ഒരു വ്യൂ ആണ് അവിടെ കാണുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ, ദൂരെയാണ്. ഇവിടെ നോക്കുമ്പോൾ നല്ല പച്ച കളർ, അതിനകത്ത് നല്ല മഞ്ഞ കളറുള്ള ഒരു ബിൽഡിംഗ് ആയിട്ടാണ് കാണുന്നത്. ദൂരെയാണ്. പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ക്യാമറയിൽ പകർത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു. നേരിട്ട് കണ്ണി കാണുന്ന ഒരു ഭംഗിയിൽ നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ഭംഗിയില്ലാന്നല്ലോ കേട്ടോ, ഇപ്പൊ നല്ല രസമുണ്ട്. നല്ല ലൈറ്റ് ഗ്രീൻ കളറിൽ അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ലൈറ്റ് പച്ചപ്പിൽ ഇങ്ങനെ നിൽക്കും. അതാണ് അതിൻ്റെ ഒരു ഇത് ആണ് നിങ്ങളെ ഞാനൊന്ന് നേരിട്ട് കാണിച്ചെന്ന് കൊള്ളായിരുന്നു. പറയുന്നുണ്ടോ, കുറച്ച് സൂം ചെയ്ത് കാണിക്കുമ്പോൾ അതിൻ്റെ ഭംഗി കാണാൻ പറ്റുമായിരിക്കും. നല്ല രസമുണ്ട്. ഓക്കെ, നമുക്ക് നടക്കാം. അങ്ങോട്ട് നമ്മളതിൻ്റെ കുറച്ചും കൂടെ അടുത്തെത്തി. അമ്മൂസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ആ മരങ്ങളാണ് അങ്ങനെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ട് സൈഡിലും കണ്ടോ ഒരേപോലെ മീൻസ് നാല് മരങ്ങളായിട്ട് നിൽക്കുന്നത് നല്ല രസമുണ്ട്. പച്ചപ്പും ഹരിതവും അതിൻ്റെ വേറെ പാലം. സൈഡിൽ മറ്റേ ബിൽഡിംഗ് ഉള്ള പാലം. അതെ, മഴയത്ത് ശില്പ ഇങ്ങനെ കട്ടി.
ഇതാണ് നമ്മൾ ദൂരെ നിന്ന് കണ്ട ബിൽഡിംഗ്. നമ്മൾ ഏകദേശം അതിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മുടെ നാട്ടിലെ സെക്രട്ടേറിയറ്റ് ഒക്കെ പോലെയുണ്ട്. മേ ബി ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഭരിക്കുന്ന ഏരിയ വല്ലതും ആയിരിക്കും. ഏകദേശം ഹായ് റെസ്റ്റോറന്റ് നോക്കുമായിരുന്നു. നന്നായിട്ട് ഇത്രയും ദൂരത്തൊന്ന് കണ്ടോണ്ട് കുത്തബ്മിനാർ പോലെ ഉണ്ടോ? സ്ഥലം ഇതെന്ത് ബിൽഡിംഗ് ആണോ? നമ്മുടെ നാട്ടിലെ സെക്രട്ടേറിയറ്റ് പോലെയുണ്ട്. ഭരണസ്ഥിരാ കേന്ദ്രം വല്ലതായിരിക്കും. ഇനി പറയില്ല, തെറ്റിപ്പോയാലോ. ഇത് അവിടെ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ പോയി നോക്കിയാലോ. നമ്മൾ കുറേ നടന്നു വന്നപ്പോഴത്തേ നല്ലൊരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മളിവിടുന്ന് 2 ചൂട് കോഫി മേടിച്ച് കുടിക്കാൻ പോവാണ്. നമുക്ക് അതിൻ്റെ റേറ്റ് നോക്കാം. അതേ കാഴ്ചപ്പാർക്ക് ഇത് കാണുമ്പോൾ തന്നെ ശില്പ ചാടി വീഴും. ലാറ്റ കോഫി എക്സ്പ്രസോ ഐ വിൽ ടേക്ക് എക്സ്പ്രസോ. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മേടിച്ച് കുടിച്ചിട്ട് പുറത്ത് പോവാം, ലഞ്ച് കഴിക്കാൻ പോവാം. പാർക്കൊക്കെ ചുറ്റി കറങ്ങിയിട്ട് ഇതേ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് ഇവിടുത്തെ ഐസ് സ്കേറ്റിംഗ്. ഞങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നു ഫ്രെഡറിക്സ്ബർഗിലെ അല്ല ഡെൻമാർക്കിൽ തന്നെ മെയിനായിട്ടുള്ള ഇവൻറ്റുകളിലൊന്ന് ഐസ് സ്കേറ്റിങ്ങിനാണ്. അതായത് നമ്മുടെ ക്രിസ്മസ് ടൈമിൽ നിന്നുള്ള പോലെ. വാവ്, സൂപ്പർ. അതെ, ശില്പം നോർമലി ഇറങ്ങി നടക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇറങ്ങുന്നുണ്ടോ? പെൻഗ്വിൻ വേണ്ടി വരും. ഡെൻമാർക്കിലെ സമ്മർ സമയത്ത്, അതായത് ഇവിടുത്തെ ക്രിസ്മസ് ടൈമിലുള്ള മെയിൻ ഒരു ഇവൻ്റാണ് ഐസ് സ്കേറ്റിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊങ്കൻസ് നൈട്രോവിൽ, അതായത് നൈഹാവൻ എന്ന് പറയുന്ന ഒരു പ്ലേസിനടുത്ത് പോയപ്പോൾ അവിടെ ഒരു സ്കേറ്റിങ്ങിൻ്റെ ഒരു ഇത് കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രെഡറിക്സ്ബർഗ് പാർക്കിൽ വന്നപ്പോഴാണ് ഈ ഇവൻറ്റ് കാണുന്നത്. വൺ ഓഫ് ദ മെയിൻ 2 സ്പോട്ടുകളാണ് ഐസ് സ്കേറ്റിങ്ങിനുള്ള. അത് പിള്ളേരുന്നില്ല വലിയവരുന്നില്ല, എല്ലാവരും ഇതുപോലെ വന്നിട്ട് ഐസ് സ്കേറ്റിംഗ് ചെയ്യും. അടിപൊളിയായിരിക്കും. ചെറിയ മഴ തൂളുന്നുണ്ട്, മഞ്ഞ് പൊടിയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പോകാനുള്ള ഇതിലാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് സെറ്റായിട്ടപ്പോഴേലും ഞങ്ങൾക്കിത് ചെയ്ത് നോക്കണമെന്നുണ്ട്. പക്ഷെ നോർമലി നടക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ഉരുണ്ട് വീഴാൻ ചാൻസ് ഉണ്ടെന്നാണ് ശില്പ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ പുറത്തോട്ടോ. Hi. Burger and fries on the table. Okay. NC ഇട്ടിരിക്കട്ടെ. ആദ്യ ഐറ്റം ഏതൊക്കെയാണ്? ഇതിലേതാ വെജ് എന്ന് ആർക്കറിയാം. ചിക്കൻ. ഇത് ചിക്കൻ ആയിരിക്കണം. കണ്ടറിഞ്ഞൂടെ? ഇത് ചിക്കനാണ്. അപ്പം അത് വെജാണ്. കുറേ ഇലയൊക്കെ ഉണ്ട്, അപ്പോൾ വെജാണ്. ഇത് ലോഡഡ് ഫ്രൈസ് ആണ്, ചില്ലി ചിക്കൻ ഫ്രൈസ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്.